ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് അച്ഛനും അമ്മയും വരുന്ന ദിവസമാണ്. ഇത് അച്ഛനും അമ്മയും കഴിഞ്ഞ ആഴ്ച വന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചത് ഇട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നാണ് കേട്ടോ നമ്മളതൊക്കെ എഡിറ്റ് ചെയ്ത് ഇടുന്നത്. അപ്പോൾ നമ്മൾ അമ്മയും അച്ഛനൊക്കെ വരുന്നത് പ്രമാണിച്ച് സ്പെഷ്യലായിട്ട് ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, പിന്നെ സാമ്പാർ, അതൊക്കെയാണ് കേട്ടോ നമ്മൾ വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ അടിപൊളി ഒരു സാമ്പാർ വെച്ചു കേട്ടോ. അപ്പോൾ അത് വെക്കുന്നതൊന്നും നമ്മൾ വീഡിയോ എടുത്തില്ല, പെട്ടെന്ന് തന്നെ വെച്ച് കഴിഞ്ഞു. പിന്നെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 1 കിലോ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ കറി വെക്കാൻ പോവാണ്, ഗ്രേവി ആയിട്ട് വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള മസാലയൊക്കെ അതാ ഞാൻ നന്നായി മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇതിലെന്തൊക്കെയാണെന്ന് വെച്ചാൽ എന്നിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി നന്നായി ചൂടാക്കിയിട്ട് ഇട്ടതാണ് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പിട്ടിട്ട് നന്നായി മിക്സ് ചെയ്തതാണ്. അതൊരു 10 മിനിറ്റ് വെച്ച ശേഷം അതിലേക്ക് ഇതാ കാണുന്ന ഒരു തക്കാളി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം ഇട്ട് ഇതുപോലെ സവാള കേട്ടോ, ഒരു സവാള നൈസായിട്ട് അരിഞ്ഞത് എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചു. അതൊരു 10 മിനിറ്റ് അങ്ങനെ വെച്ച ശേഷം കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. കുക്കറിൽ ഒരു വിസിൽ കേട്ടോ, അത്ര മതി. ഒരു വിസിൽ മതി കേട്ടോ. അതിൽ കൂടുതലായ അങ്ങനെ വെന്ത് പോവും. ചിക്കൻ പിന്നെ പെട്ടെന്ന് വേവുന്നതല്ലേ, അതുകൊണ്ട് തന്നെ ഒരു വിസിൽ മതി കേട്ടോ. അപ്പോൾ അതൊരു വിസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് സവാള ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വഴറ്റണം കേട്ടോ. നമ്മൾ അതിലിട്ടിട്ടുണ്ട്, എന്നാലും ഇനി നമുക്കതൊരു ഗ്രേവി പോലെ ആക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 2 സവാള, വലിയ സവാള എടുത്തിട്ട് ഇതുപോലെ അരിഞ്ഞ് വെളിച്ചെണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. മൺചട്ടിയിലാണ് വെക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ടേസ്റ്റ് അധികം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് പച്ചമുളകും അതിലേക്ക് ഒരു 5-6 എണ്ണം ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാളയും പച്ചമുളകും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതുപോലെ. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റാൻ വേണ്ടിയിട്ടാണ്. എന്താ പറയുക, പൊടിയുപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇത് നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ജ്യൂസ്. അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേ ഒരു 3 തക്കാളി കേട്ടോ, ഒരുപാട് വലിപ്പമില്ല, അതുകൊണ്ട് 3 എണ്ണം എടുത്തു. നന്നായി ഒരു ജ്യൂസ് പോലെ ആക്കി, നന്നായി പേസ്റ്റ് പോലെ ആക്കിയിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളിയുടെ പച്ചമണമൊക്കെ പോയ ശേഷം ആവശ്യത്തിന് മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി എല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. ഇതുപോലെ നല്ലൊരു ഗ്രേവി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ പച്ചമണം പോണ വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. തക്കാളി ഇതുപോലെ അരച്ച് നമ്മൾ പേസ്റ്റാക്കി ചേർക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഗ്രേവി കിട്ടും കേട്ടോ. നല്ല കളറും ഉണ്ടാവും. പിന്നെ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ തക്കാളിയുടെ മണവും മുളക് പൊടി, മല്ലിപ്പൊടി, അതിൻ്റെയൊക്കെ പച്ചമണം, എല്ലാത്തിൻ്റെ പച്ചമണം പോയ ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് ഇതിലേക്ക് ഇട്ടാൽ മാത്രം മതിയാവും കേട്ടോ. അതെന്തായാലും പകുതി കുക്കായിട്ടിരിക്കുകയാണ് കേട്ടോ. കുക്കറിൽ നമ്മളൊരു വിസിൽ വെത്തിച്ചതാണല്ലോ, അപ്പോൾ പകുതി കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കുക്കറിൽ നിന്ന് എടുത്ത് നോക്കിയപ്പോൾ ഇതാ പകുതി കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചിക്കൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഞാൻ ചിക്കൻ കറി ആദ്യമായിട്ടാണ് കേട്ടോ വെക്കുന്നത്. പക്ഷേ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് വെക്കാനും പറ്റും. നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അങ്ങനെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യണമല്ലോ. അപ്പോൾ ചില്ലി ഇടാൻ വേണ്ടി കുറച്ച് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു, ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം പണികളൊക്കെ റെഡി ആയിട്ടുണ്ട്. അമ്മയും അച്ഛനും ഉച്ചയ്ക്ക് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു 1 മണി 1:30ക്ക് എത്തും. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. പിന്നെ നമുക്കിന്ന് ഒരു ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കിയിട്ട് വേണം മോളിനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അവളുടെ കാലിൽ ഒരു ചെറിയ മുറിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിൻ്റെ വേദന ഒന്നും മാറിയിട്ടില്ല. അപ്പോൾ അതൊന്ന് കാണിച്ചിട്ട് വരണം കേട്ടോ. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലൊക്കെ പോയി വന്നു. പിന്നെ അത് അച്ഛനും അമ്മയൊക്കെ വന്ന് ഊണ് കഴിക്കണ വീഡിയോ ആണ് കേട്ടോ എടുത്തത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞാനും ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ മോളിനെ സ്കൂളിൽ നിന്ന് ഞാൻ വിളിച്ചിട്ട് വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയ ശേഷം പിന്നെ അവിടെ തന്നെ തിരിച്ചു കൊണ്ടാക്കിയിട്ട് ഞാൻ വന്നതാണ് കേട്ടോ. അപ്പോഴേക്കും അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിത് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ് എന്ന് പറയുന്നത് സാമ്പാറുണ്ട്, ചിക്കൻ കറി, അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട് കേട്ടോ. പിന്നെ പപ്പടവും വറുത്തു. അപ്പോൾ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പപ്പടം. അപ്പോൾ പപ്പടവും വറുത്തു. അപ്പോൾ നമ്മുടെ ഇന്നലത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ.
പിന്നെ അച്ഛൻ വന്ന് പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മൾ ഇഷായോഗയൊക്കെ പോയി പറഞ്ഞില്ലേ, അതിൻ്റെ വീഡിയോ ഞാൻ ഫസ്റ്റ് ഇട്ടു. ഇത് എഡിറ്റ് ചെയ്യാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ അതാണ് ലേറ്റ് ആയത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും ഫുഡൊക്കെ കഴിച്ച ശേഷം അതാ ഷോപ്പിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് അച്ഛനും ഉണ്ട്. പിന്നെ അനിയത്തിൻ്റെ വീട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അച്ഛനും അമ്മയും അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അവിടെ അനിയത്തിയാണെങ്കിൽ ജോലിക്ക് പോയിട്ടുണ്ട്, പിള്ളേരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇതാ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം.